പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇനി അടുത്തത് ശബരിമലയിലേക്ക് പോകാം. വലിയ പൊട്ടിത്തെറികൾ ശബരിമലയിൽ നിന്ന് നമ്മൾ കേട്ടു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ പുകപടലം CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് വലിയ ആശങ്ക ഉയർത്തുന്ന ചോദ്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് J. പത്മകുമാറിന് ഇന്ന് നിർണായകമാണ്. പാർട്ടി നടപടിയുണ്ടോ എന്ന് ഇന്നറിയാം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ 10 മണിക്ക് ചേരും. പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യമുയർത്തുന്നുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷകൾ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. ദേവസ്വം മുൻ കമ്മീഷണറും ദേവസ്വം മുൻ പ്രസിഡന്റുമായ N. വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് പരിഗണിക്കുന്നത്. അർജുൻ കല്യാടും ഹരിമോഹനും ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട്. ഇന്നിപ്പോൾ നിർണായകമായ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പങ്കെടുക്കുന്നുണ്ട്. ഒരു വിഭാഗം നേതാക്കൾ, നേരത്തെ തന്നെ അവിടെ വിഭാഗീയതയുണ്ട്. അനന്തഗോപന്റേതായിട്ട് ഒരു വിഭാഗം, വീണ ജോർജിൻ്റെതായിട്ടുള്ള വിഭാഗം, അതേപോലെ പത്മകുമാറിൻ്റെതായിട്ട് ഒരു വിഭാഗം. ഇതിൽ ഭൂരിപക്ഷം പേരും പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണം എന്ന അഭിപ്രായത്തോട് യോജിക്കുന്നവരാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ കടുത്ത തീരുമാനങ്ങൾ ഇന്നുണ്ടാകുമ്പോൾ തൽക്കാലം ഒരു സസ്പെൻഷനിലേക്കെങ്കിലും ഈ കേസ് കഴിയുന്നതുവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് പത്മകുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. അർജുൻ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു കടുത്ത നിലപാടിലേക്ക് താൽക്കാലികമായെങ്കിലും പാർട്ടി കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഒരു ഘട്ടം, ആ ഘട്ടത്തിൽ പത്മകുമാറിനെ പാർട്ടി നടപടി കൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് തൽക്കാലത്തേക്ക് പത്മകുമാറിനെ തള്ളുകയോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പത്മകുമാറിനെ കൊള്ളുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തത്. ആ നിലപാട് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചതുമാണ്. ഇപ്പോൾ നിലവിൽ എന്തായാലും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇതിന്റെ കുറ്റാരോപിതനാണ്, അല്ലെങ്കിൽ അത് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയുന്നത് ഈ കേസിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് എന്നുള്ള ഒരു നിലപാടായിരുന്നു CPM സ്വീകരിച്ചിട്ടുള്ളത്. അതൊരു വിചിത്രമായിട്ടുള്ള നിലപാടായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പോലീസോ അന്വേഷണ സംഘമോ ഏതെങ്കിലും തരത്തിൽ ആ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയോ ചെയ്താൽ പോലും കടുത്ത നടപടികളിലേക്ക് കടക്കാറുള്ളതാണ് പാർട്ടി. പക്ഷേ പത്മകുമാറിന്റെ വിഷയത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ്. സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാറിനെ താൽക്കാലികമായെങ്കിലും കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അത് പത്തനംതിട്ടയിലുള്ള ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ചേരിപ്പോരിന്റെ കൂടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കണം. നേരത്തെ തന്നെ അവിടെ വിഭാഗീയത ഉണ്ടായതാണ്. അപ്പോൾ പത്മകുമാറിനെതിരെ നിൽക്കുന്ന വിഭാഗം ശക്തമായ രീതിയിൽ തന്നെ നടപടി വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കാനാണ് സാധ്യത. പക്ഷേ സംസ്ഥാന സെക്രട്ടറി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതായിരിക്കും അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. പത്മകുമാറിനെ പുറത്താക്കണമെന്നാണ് സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി അതിനനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പത്മകുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് വലിയ ഒരു കഴിനിഴൽ വീഴ്ത്തുക തന്നെ ചെയ്യും. ഓക്കെ, ഞാൻ തിരിച്ചു